ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നൊരു ഡെയിലി വ്ളോഗ്, എല്ലാവരും കൂടിയുള്ള ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നമുക്കിന്ന് കുറച്ച് പുറത്ത് പോകേണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ എണീച്ചു. എന്താ അറിയില്ല, കുറച്ച് ഉറക്കമൊക്കെ പെട്ടെന്ന് തന്നെ തെളിഞ്ഞു വന്നു. അപ്പോൾ പിന്നെ ഞാൻ അധികം കിടക്കാണ്ട് പിന്നെ എണീക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എണീച്ച് വന്നപ്പോൾ തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷപ്പായി. ഇന്ന് അമ്മ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് അമ്മ എല്ലാം കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഉരുട്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അമ്മ അവിടെ കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ഇതാ ഇപ്പം അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ട്. ഷുട്ടു പിന്നെ എണീച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ പതുക്കെ അവിടെ കിടത്തി എണീച്ചിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ എണീച്ച എപ്പോഴും അവൾ അപ്പം തന്നെ ഉറക്കെണീച്ച് വരും. എങ്ങനെയാണ് ഈ പിള്ളേർക്ക് ഇത് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യം മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ അമ്മമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ എണീച്ച് വന്ന അപ്പം തന്നെ കുട്ടികളും എണീച്ച് കൂടെ തന്നെ വരും. അപ്പം അങ്ങനെ ഞാൻ ആ ഒരു വിളി പ്രതീക്ഷിച്ച് തന്നെയാണ് ഓരോ പണിയും ചെയ്യുന്നുണ്ടായിരുന്നത്. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരും. പിന്നെ എണീച്ച് കഴിഞ്ഞാൽ ആൾക്ക് കുറച്ച് സമയം ഒന്ന് പാലൊക്കെ കുടിച്ചൊന്ന് ആ മൂടൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്ത് വരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചപ്പാത്തി അവിടെ പരത്തി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തിക്ക് നമുക്ക് കോമ്പിനേഷനായിട്ട് മുട്ടക്കറിയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് മഞ്ജുവും ഏട്ടനൊന്നും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മൂകാംബിക പോയിട്ട് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരങ്ങ് നിങ്ങത്തോളം രണ്ടാളും മാറി മാറി ഡ്രൈവ് ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ ഉറക്കത്തിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ മൂകാംബിക ട്രിപ്പും കാര്യമൊക്കെ കഴിഞ്ഞ് വന്നു. ആൻഡ് അങ്ങനെ എൻ്റെ ചപ്പാത്തി പരത്തി കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ തീരാറായപ്പോഴാണ് ചുട്ടെണീച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 3-4 ചപ്പാത്തി മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ നടുക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്സ് സംസാരിക്കുന്ന ഒരു സമയമാണ് അടുക്കള എന്ന് പറയുന്നത്. കുഞ്ചും എപ്പോഴും ഉണ്ടാവും അവൾ എണീച്ച സമയമാണെങ്കിൽ. ഇപ്പം പിന്നെ എണീക്കാത്തതുകൊണ്ട് നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ അച്ഛനും വന്ന്, അച്ഛൻ എപ്പോഴും രാവിലെ ഓട്സൊക്കെ കഴിക്കും. അപ്പോൾ നമ്മളെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് ഓട്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കായിരുന്നു നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഷുട്ടു എണീച്ചിട്ട് വന്നു. ഫൈറ്റ് വന്നിട്ടുണ്ട്. ഷുട്ടു എണീച്ചു. കായ് നമുക്ക് കുളിക്ക് ബ്രഷ് ചെയ്യുകയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇതാ ഷുട്ടുപ്പ് എണീച്ചിട്ടുണ്ട്. അയ്യോ എൻ്റെ മുടി. ഇനിയിപ്പം നമ്മൾ ബ്രഷ് ചെയ്യും, കുളിക്കും, എന്നിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ മമ്മീൻ്റെ കൂടെ പുറത്ത് പോകും അല്ലേ. മമ്മനും വരും, മമ്മിയും വരില്ലേ. അപ്പോൾ നമ്മളിനി പുറത്തൊക്കെ പോകണം. നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഒരു ബേബീനെ കാണാൻ പോകാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മളൊന്ന് പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. ചുട്ടു അല്ലേ, ചുട്ടു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തു. കാരണം നമ്മളൊരു 9:30 ആകുമ്പോഴൊക്കെ കുഞ്ചുവിൻ്റെ ഫ്രണ്ട് കവീൻ്റെ അടുത്ത് 5:30 വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റെഡിയായി വരുമ്പോഴേക്കും തന്നെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആകുമ്പോഴേക്കും. അപ്പം എല്ലാം സടപടേ എനിക്ക് റെഡിയായി കഴിഞ്ഞിട്ട് വേണം ഷുട്ടൂനെയും റെഡിയാക്കാൻ ഉണ്ടായിരുന്നു. അവളെ പിന്നെ ഞാൻ രാവിലെ എണീച്ച പാടന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ചറു എല്ലാവരും കൂടെ റെഡിയാക്കാൻ പോയി. അങ്ങനെ ഞാൻ പിന്നെ റെഡിയാക്കാൻ തുടങ്ങി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലേറ്റർ നമ്മൾ കാറിൽ കയറിയിട്ടുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബേബീനെ കാണാൻ പോവാണ്. കുഞ്ചുവിൻ്റെ ഫ്രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ബേബീനെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും കൂടെ ഇറങ്ങി. പിന്നെ ആരും ഇല്ലാണ്ട് വീട്ടിലിരിക്കുമ്പം ഭയങ്കര ബോറായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ പോയി ഇതാ അവിടെ എത്തിയപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലമൊക്കെ നോക്കുമായിരുന്നു. അതായിരുന്നു കവി, കുഞ്ചുവിൻ്റെ ഫ്രണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ബേബീനെയൊക്കെ കണ്ടു. നമ്മൾ വരാൻ ഇറങ്ങുമ്പോഴേക്കും പിന്നെ അവർ ചായയൊക്കെ വെച്ച് നമ്മളങ്ങനെ ബ്രെഡും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആക്കി അങ്ങനെ അവർ അതൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് കുഞ്ഞുവാവേനെയും കണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബേബിയല്ലേ, അതുകൊണ്ട് അങ്ങനെ അതൊന്നും എടുത്തില്ല. ആൻഡ് അങ്ങനെ നമ്മൾ ഇറങ്ങി. ഷുട്ടൂന് പിന്നെ എപ്പോഴത്തെയും പോലെ ഭയങ്കര അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഒരുവിധം അവളെ പറഞ്ഞ് കുറച്ച് സമയം കളിച്ച് പിന്നെ അവൾ ബേബിയായിട്ട് ഭയങ്കര മിംഗ്ലിംഗ് ആയി. അവൾക്ക് പിന്നെ കുട്ടികളെ കാണുമല്ലേ വേണ്ടു. അപ്പോൾ അവൾ കുറച്ച് സമയം എടുക്കാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അവളെ കൊണ്ട് തൊടിക്കൊക്കെ ചെയ്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി.
ആൻഡ് അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതാ തലശ്ശേരി സ്റ്റാൻഡിൽ നമ്മൾ കവിനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. തലശ്ശേരി നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വിട്ടു. ദാ കവി പോവുകയാണ്. അതിന് അവൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഡൗൺ മോളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് പോയി. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. കവി ഇറങ്ങാനാകുമ്പോഴേക്ക് തന്നെ ഷുട്ടു നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് ഓൾറെഡി ഉറങ്ങേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പക്ഷെ നമ്മളവിടെ പോയി 2 കറങ്ങുമ്പോഴേക്കിന് ആൾ എണീച്ചിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല പൊട്ടപ്പൊരു വെയിലത്ത് നമ്മൾ 3 പേരും കൂടെ ഓടലായിരുന്നു. കാരണം നല്ല വെയിലും നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് നേരെ മാളിൻ്റെ ഉള്ളിലേക്ക് എത്തി. നേരെ പിന്നെ നമ്മൾ ഇവിടെ മാക്സിലേക്ക് പോകാമെന്ന് ചോദിച്ചു. എനിക്ക് 2 വീട്ടിലിടുന്ന ഡ്രസ്സ് എടുക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ മാക്സിൽ പോയി എല്ലാം കറങ്ങി. എനിക്ക് കണ്ണൂർ മാക്സിനെക്കാട്ടിലും കുറച്ചും കൂടെ കളക്ഷൻ തലശ്ശേരി മാക്സിലുണ്ട് എന്ന് തോന്നി. ഞാൻ ആദ്യം വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങി. ഞാൻ 2 വീട്ടിലിടുന്ന ഡ്രസ്സ് എടുത്തു. കുഞ്ചുവിന് പിന്നെ അവൾക്ക് വേണ്ട ടീഷർട്ടോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കി. ഷുട്ടുവിന് നമ്മൾ പതുക്കെ മാമൻ്റെ കയ്യിലേക്കാക്കി. അല്ലാണ്ട് ഒന്നും എടുക്കാനും പറ്റില്ല. അങ്ങനെ നമ്മൾ ലേഡീസ് ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ നമ്മൾ ജെൻറ്റ്സ് മാമന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. ഈ ഷോപ്പ് ആക്ച്വലി നല്ല അടിപൊളിയാണ്. നമ്മൾ ഡൗൺ മാളിലുള്ളത്. ബൈ ദ വേ അതിലിടക്ക് ഷുട്ടു അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഷോപ്പിൻ്റെ പേര് എനിക്ക് ആക്ച്വലി ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. അത് കിഡ്സ് സെക്ഷൻ വേറെ, ജെൻറ്റ്സ് വേറെ, ലേഡീസ് വേറെ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ലേഡീസ് സെക്ഷനിലും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അതാ ബ്രാൻഡ് ബേ അതായിരുന്നു ഷോപ്പിൻ്റെ പേരുണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളി സെലക്ഷൻ ഉണ്ട്. എനിക്ക് ലേഡീസ് കളക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി. ഞാൻ ഈ ഒരു ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ആവുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടപ്പം ഒരു ഭയങ്കര ക്യൂട്ടൊരു പൂക്കി ഡ്രസ്സ് പോലെ തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 399 അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തു ഞാൻ. ഷുട്ടു പിന്നെ അവിടെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പിന്നാലെ ഒരേ ഓട്ടമായിരുന്നു അവൾക്ക് കളിക്കാൻ ഭയങ്കര ആളൊക്കെ കിട്ടി. അതിലിടയ്ക്ക് ഞാൻ അവൾക്ക് ഉറങ്ങി എണീച്ച പാടന്നെ പാമ്പിയൊക്കെ നിറഞ്ഞുകൊണ്ട് ഞാൻ പോയി അതിലവൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. എല്ലാം മാറ്റി വെട്ടി ഷൂട്ട് തുടച്ചൊക്കെ കൊടുത്തു. അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് അടുക്കുന്നത് ആൾ ഭയങ്കര ഓട്ടപ്രദർശനമായിരുന്നു. അവൾക്കിങ്ങനെ ഫുള്ളായിട്ടൊരു ഗ്രൗണ്ട് കിട്ടിയ പോലെയായിരുന്നു മോളിൽ മൊത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ കുറച്ച് പെർഫ്യൂമൊക്കെ ട്രൈ ചെയ്ത് പെർഫ്യൂമൊക്കെ ഉണ്ടാക്കി വാങ്ങിച്ചു. അതിലെടുക്കതാ മമ്മയും മോളും കൂടെ മത്സരത്തിലായിരുന്നു. മാമന് ഒരു 10 റൗണ്ടെങ്കിലും അവൾ ഫുള്ളായിട്ട് ചുറ്റിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഓരോ ആൾക്കാരായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കില്ല. അതിന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി നോക്കി എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയെന്ന് നോക്കാൻ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കോർട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ താഴെ ചിക്കിങ്ങിൽ വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ശരിക്കും നല്ല പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അതുകൊണ്ട് ഭയങ്കര സമാധാനപരമായിട്ട് കഴിക്കാനും അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനും ഒക്കെ പറ്റി. അല്ലെങ്കിൽ ഇവൾ ഓട്ടപ്രദർശനത്തിനിടയ്ക്ക് ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര സെറ്റപ്പാണ്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങോട്ടേക്ക് പോട്ടെ. ഇത്രയും സെറ്റപ്പിൽ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ ചുട്ടും അവിടുന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. ആൾ അവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസമാക്കി കളയുമെന്ന് വരെ ഞാൻ വിചാരിച്ചു. കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റപ്പ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ എൻഗേജ്ഡായി. അവൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോണൊന്നും കൊടുക്കാണ്ട് അങ്ങനെ കളിപ്പിച്ചിരിക്കാൻ പറ്റി. ഇതൊക്കെ കഴിഞ്ഞ് കളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളെ ഫുഡും വന്നിട്ടുണ്ടായിരുന്നു. അവൾ വരുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി. അങ്ങനെ ഷുട്ടൂപ്പി കുറേ നേരം കളിച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ബർഗറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏട്ടനും ബർഗർ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വിങ്സും മറ്റേ ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷുട്ടൂപ്പിക്ക് നമ്മൾ വിങ്സ് വാങ്ങിക്കൊടുത്തു. അവൾ ആദ്യമായിട്ടാണ് ഈ സംഭവം ട്രൈ ചെയ്യുന്നത്. കഴിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. ബിക്കോസ് അവൾ ഇതുവരെ കഴിക്കലില്ല, കൊടുത്താലും കഴിക്കാറുണ്ടായിട്ടില്ല. പക്ഷെ ഇന്നെന്തോ വിശപ്പ് കൊണ്ടാണോ എന്താ അറിയില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതന്നെ ഓൾമോസ്റ്റ് ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വെറുതെ ചുറ്റി നടന്ന് ഷുട്ടുവിൻ്റെ കളിയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു.
ഷുട്ടു പിന്നെ ഉറങ്ങിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. എന്ത് തിന്നായേ? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായതുകൊണ്ട് തന്നെ ഷുട്ടൂന് എന്തെങ്കിലും കൊടുക്കുക എന്നല്ലാണ്ട് എനിക്ക് ഞാനൊന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. അപ്പോൾ ഇനിയൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.